എത്ര പേർക്ക് നമ്മുടെ മക്കളെ പൂർണ്ണമായും അറിയാം? നമ്മുടെ മക്കൾക്ക് നമുക്ക് എത്ര പേർക്ക് നമുക്ക് നമ്മളെ പൂർണ്ണമായും അറിയാം? ഇവിടെയാണ് ഏറ്റവും പ്രസക്തമായ എൻ്റെ ഈ ടോപ്പിക് ആരംഭിക്കുന്നത്. എനിക്ക് മുമ്പേ ഇവിടെ സംസാരിച്ച ഓരോ ആളുകളും സംസാരിച്ചു വെച്ചതും പറഞ്ഞതും കേട്ടതും അറിഞ്ഞതും ഒക്കെ പുതിയ ചിന്തകൾക്ക് തീപിടിക്കുന്നതാണ്. ചോദ്യം ഇതാണ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്നലെയുള്ളവർ ഇന്നുള്ളവരോട് ഇന്നലകളെ കുറിച്ച് പറയണോ നാളെ കുറിച്ച് പറയണോ? ഇന്നലെയുള്ളവർ ഇന്നുള്ളവരോട് ഇന്നലകളെ കുറിച്ച് പറയണോ നാളെ കുറിച്ച് പറയണോ? നാളെ കുറിച്ച് പറയണമെന്ന അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിയേ. ഓക്കെ. ഇന്നലകളെ കുറിച്ച് പറയണമെന്ന അഭിപ്രായമുള്ളവർ കൈവക്കിയേ. ഇവിടെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ളവരുണ്ടെങ്കിലും ഒന്ന് കൈവക്കിയേ. യെസ്, ഓക്കെ. രണ്ടും പറയണമെന്ന അഭിപ്രായമുള്ളവർ കൈവക്കിയേ. ഓക്കെ. 50-50 ആണോ? കൂടുതൽ ഏതാ പറയണ്ടേ? നാളെ കുറിച്ചാ കൂടുതൽ പറയണ്ടേ? ഇന്നലെ കുറിച്ചാ പറയണ്ടേ? അനുഭവിച്ചുകൊണ്ടിരിക്കും ടീച്ചറാ? അല്ലല്ല, MTA പ്രതിനിധികളാണ്. ഓക്കെ, ശരി. ഇന്നലെയുള്ളവർ ഇന്നുള്ളവരോട്, ഇന്നലെയുള്ളവർ എന്ന് പറഞ്ഞത് ആരായിരിക്കും എന്ന് മനസ്സിലായിട്ടുണ്ടോ? ആരാ? നമ്മളപ്പോ പിറകിലേക്കാണ്, നമ്മളാണ്. ഇന്നലെയുള്ളവർ ഇന്നുള്ളവരോട് ഇന്നലകളെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ കുട്ടികൾ എനിക്കും നിങ്ങൾക്കും ഒരു പേരിട്ടിട്ടുണ്ടാവും. എന്ത് വൈബ്? ഞാൻ പറഞ്ഞിട്ടില്ല. വീഡിയോ ഇയാൾ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടാൽ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇന്നലെയുള്ളവർ ഇന്നുള്ളവരോട് ഇന്നലകളെ മാത്രമാണ് പറയുന്നതെങ്കിൽ നമുക്കൊരു പേര് വീണിട്ടുണ്ടാവും. നാളെ കൂടി പറയാൻ പറ്റുക എന്നുള്ളതാണ് പുതിയ കാലത്തെ പാരന്റിങ്. ഇന്നലകളെ കുറിച്ച് മാത്രം പറയലല്ല, നാളെ കൂടി പറയണം. ഇന്നലകളെ ഓർമ്മപ്പെടുത്തണോ വേണോ? നിർബന്ധമാണോ? നമ്മൾ ഏതാ കൂടുതൽ പറയല്? ഇപ്പം ഞാൻ എൻ്റെ മോനോട്, ഞാനൊക്കെ സ്കൂളിലേക്ക് പോയിരുന്ന കാലത്ത്, വിദ്യാലയത്തിലേക്ക് പോയിരുന്ന കാലത്ത് എനിക്കൊന്നും ഒരു ചെരുപ്പ് പോലും ഇല്ലായിരുന്നു. അടിച്ചിട്ടുണ്ടാവില്ലേ പല ആൾക്കാരും? ഉടനെ മോൻ്റെ കമൻ്റ് എന്തായിരിക്കും? അതല്ല ഇത്. പിന്നെ എൻ്റെ മോൻ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്, എന്നാൽ ഉപ്പാക്ക് ഷൂട്ട് ടുഡേന്ന് തോന്നുന്നു. എൻ്റെതാണല്ലോ. എന്നാൽ ഉപ്പാക്ക് ഷൂട്ട് ടുഡേയിരുന്നു. അംജദ് ഖാൻ എന്നോട് പറഞ്ഞ ഡയലോഗാണ്. എന്നാൽ ഉപ്പാക്ക് ഷൂട്ട് ടുഡേയിരുന്നു. അവൻ്റെ ചിന്തയിൽ ചെരുപ്പ് അല്ലെങ്കിൽ എന്തുണ്ട്? ഷൂ ഉണ്ട്. നമുക്കിത് രണ്ടും ഉണ്ടായിരുന്നില്ല. ഇന്നലെയുള്ളവർ ഇന്നുള്ളവരോട് ഇന്നലകളെയാണ് പറയുന്നതെങ്കിൽ, പേരൻസ് ശ്രദ്ധിക്കണേ, ഇന്നലകളെ മാത്രമാണ് പറയുന്നതെങ്കിൽ പേര് വരെ നമ്മളുടേത് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പം ഇന്നുള്ളവരെ എനിക്കും നിങ്ങൾക്കും ട്രീറ്റ് ചെയ്യാൻ കഴിയണം. മനോഹരമായി അവരെ ഉൾക്കൊണ്ടുകൊണ്ട്, അവരെ മനസ്സിലാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. അതിനാണ് ഞാനും നിങ്ങളും ഒരു ബെസ്റ്റ് പേരൻ്റായി മാറാനുള്ള ചില വിദ്യകളും ചില അറിവുകളും മനസ്സിലാക്കണം. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ മക്കൾ നമ്മളെപ്പോലെ ആവണമെന്ന അഭിപ്രായമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിയേ.